ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ എടുത്തൊരു വീഡിയോയാണ്. ഏപ്രിൽ 7, 2024 ഞങ്ങളുടെ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചെന്നൊരു ദിവസമായിരുന്നു അന്ന്. പ്രണയിക്കുന്ന ഭൂരിഭാഗമല്ല, എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും പ്രണയിക്കുന്ന സമയത്ത് ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടെ വിവാഹം നടക്കണം എന്നുള്ളത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയായിരുന്നു, രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി വിവാഹം നടക്കണം എന്നുള്ളത്. അങ്ങനെ രണ്ട് വീട്ടുകാരും അംഗീകരിച്ച് ഞങ്ങളുടെ ഇഷ്ടം നടത്തിത്തരാൻ തീരുമാനിച്ച ദിവസമായിരുന്നു അന്ന്. കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ച ദിവസമായിരുന്നു അന്ന്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെ സ്വീകരിച്ചത് എൻ്റെ അച്ഛനും അമ്മയും അമ്മാമ്മയും അപ്പാപ്പനും വല്യച്ഛനും വല്യമ്മയും ചേട്ടനും പാപ്പനും ചേച്ചിയും ചിറ്റപ്പനൊക്കെ കൂടിയിട്ടാണ് വന്നവരെ സ്വീകരിച്ചത്. അവരെല്ലാവരെയും വിളിച്ച് അകത്തിരുത്തിയപ്പോഴാണ് അപ്പാപ്പനും ചേട്ടനും വാപ്പനും പുറത്തിരിക്കുമായിരുന്നു. അപ്പോൾ അവരെയും വിളിച്ച് അകത്തോട്ടിട്ടു. ചേട്ടനും വാപ്പനും നാണമായതുകൊണ്ട് പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു അവർ. പിന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. പെണ്ണിൻ്റെ ആങ്ങളെ വേണ്ട എല്ലാത്തിനും നിൽക്കാനുള്ളത്, ഒരേ ആങ്ങളയില്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടനും അകത്തേക്ക് കയറി. പിന്നെ ഈ നടന്നു വരുന്നതാണ്ടോ ചെക്കൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ഭാവി അമ്മായച്ഛൻ, ചേട്ടൻ്റെ അച്ഛനായിരുന്നു അത്. അച്ഛനെയും വിളിച്ചിരുത്തി. ബാക്കി എല്ലാവരും ഇരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വെള്ളം കൊടുക്കുന്നതിൻ്റെ വന്നവർക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനിടായിരുന്നില്ല, അമ്മയും വല്യമ്മയും ചേട്ടനും പാപ്പനും വല്യച്ഛനും കൂടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇതിനിടയ്ക്ക് അപ്പോഴേക്കും ഇവരെല്ലാവരും ഇരിക്കുമല്ലോ, ആ ഒരു ടൈമിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് എഴുതിയിരിക്കുകയായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും ആ സമയത്ത് അടുക്കള ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനിടയ്ക്ക് എല്ലാവരെയും സെറ്റാക്കി ഇരുത്തി. അപ്പോഴും ചേട്ടന് നമുക്ക് ഇരിക്കാൻ കസേര ഉണ്ടായില്ല. ഈ കസേര എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അത് ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ കസേര എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഇരുന്ന് എല്ലാവർക്കും കസേരയൊക്കെ റെഡിയായി. ഈ നടന്നു വരുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അങ്ങനെ ഇരുന്ന് അതിനിടയ്ക്കാണ് വെള്ളവും കൊണ്ട് വന്നത്. സാധാരണ പെണ്ണാണ് വെള്ളവും കൊണ്ട് വരുന്നത്. ഇതെൻ്റെ ചേട്ടനായിരുന്നു കേട്ടോ വെള്ളവും കൊണ്ട് വരുന്നത്. അത് ഞാൻ ചിന്തിക്കുന്നത് ഇതെന്താ ചേട്ടൻ പോകുന്നതെന്ന്. പാവൻ്റെ ചെറുക്കൻ, ഞാൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വന്നതായിരുന്നെങ്കിലോ എൻ്റെ ആങ്ങളെയായിരുന്നു വന്നത് വെള്ളവും കൊണ്ടിട്ട്. അതായിരുന്നു ആ ഇടയിൽ ഒരു ചിരി ഉണ്ടായിരുന്നത്. ഞാൻ വരുമെന്ന് വിചാരിച്ചായിരുന്നത്, പക്ഷെ വന്നില്ല. അങ്ങനെ എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായില്ല. കയ്യും കാലൊക്കെ നല്ലോണം വിറക്കുന്നു. ചിരിയാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ ചേട്ടൻ്റെ മുഖത്തോട്ടൊക്കെ ചേട്ടൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഞാൻ കാണുന്നില്ല. പുള്ളി ഏറി പിടിച്ച അവസ്ഥയിലായിരുന്നു. പുള്ളിക്കും ചിരി വന്നിട്ടുണ്ട്, എന്നാൽ ചിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. പുള്ളി എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഞാനാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വീട്ടിൽ നിന്ന് വന്നവരുടെ പേരൊക്കെ ചോദിച്ചായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് എൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനെ പേരൊക്കെ ചോദിച്ചു, അതൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുന്നതിൻ്റെ ആ ഒരു ഇതായിരുന്നു. ആ വന്ന കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്, എന്തോ വല്ലാത്തൊരു ടെൻഷൻ. അതിനിടയിൽ ചേട്ടനൊരു കോള് വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ട് ആരോ ആണ് വിളിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും അവരെ എന്തൊക്കെയോ വലിയ ഇതിൽ സംസാരിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ വന്ന കാര്യം ഞങ്ങൾ വിവാഹം 2 വർഷത്തേക്ക് ഉറപ്പിച്ച് വെച്ചു. അത് പറയാനും വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനും അനിയനും വല്യച്ഛനും വല്യമ്മയും അമ്മായിയും അമ്മായിയുടെ മക്കൾ 2 പേരും, അതിലൊരാളുടെ ഹസ്ബൻഡും കുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആൻറ്റിയും മാമനും വാപ്പനും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അവരെയും പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അന്നെടുത്ത പിക്കുകളൊക്കെ കാണാം.